അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്കാണ്. അരുൺകുമാർ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി കേന്ദ്ര ധനമന്ത്രിയെ കണ്ടിരിക്കുന്നു. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. വയനാട് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. എന്തുകൊണ്ട് ആശാ വർക്കർമാരുടെ വേതന വർധന എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചില്ല? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ, അതുപോലെ കേന്ദ്ര ധനകാര്യമന്ത്രി, കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി ശ്രീ KV തോമസ് എന്നിവർ 4 പേർ കേരള ഹൗസിലാണ് രാവിലെ കൂടിക്കാഴ്ച നടത്തിയത്. അത് ശരിക്കും ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച എന്ന രൂപത്തിലായിരുന്നില്ല. കാരണം ഒരു പ്രഭാത ഭക്ഷണ മീറ്റിംഗ് എന്ന രൂപത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി കേരള ഹൗസിലേക്ക് വന്ന് ഉള്ള ഒരു മീറ്റിംഗ് ആണ്. ഒരു ഔദ്യോഗിക മീറ്റിംഗ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കുമല്ലോ. അതിനുശേഷം ഒരു പത്രസമ്മേളനമോ പത്രക്കുറിപ്പോ ഉണ്ടാകും, ഏതൊക്കെ വിഷയമാണ് അഡ്രസ്സ് ചെയ്തത്, ചർച്ച ചെയ്തത് എന്നതിനെക്കുറിച്ച്. എന്നാൽ ഇന്ന് ഏതൊക്കെ വിഷയമാണ് ചർച്ച ചെയ്തത് എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഡൽഹിയിലുള്ള കേരളത്തിന്റെ പ്രതിനിധിയുടെ ഭാഗത്തുനിന്നോ ഈ ചർച്ചയുടെ ഭാഗമായിട്ടിരുന്ന ഗവർണറുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏതൊക്കെ വിഷയമാണ് ചർച്ച ചെയ്തത് എന്നതിനെക്കുറിച്ച് നമ്മുടെ മുന്നിൽ ആധികാരികമായിട്ടുള്ള ഒരു അറിവുമില്ല. പ്രത്യേകിച്ച് കേരളത്തിന്റെ വിഷയങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട ഗവർണർ തന്നെ കേരളത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിലുമെല്ലാം ഒന്നിച്ച് നീങ്ങാം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തു വരികയും നല്ല ഐക്യത്തോടു കൂടിയുള്ള ഒരു ഇടപെടലും ഉണ്ടാകുകയും ചെയ്തു. അടുത്ത കാലത്തൊന്നും ഗവർണറുടെ ഭാഗത്തുനിന്ന്, കേരളത്തിന്റെ ഗവർണറായി ചുമതല വഹിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് കുറച്ച് നാളായി അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് കേരളത്തിന്റെ ധനകാര്യമന്ത്രി സൂചിപ്പിച്ച, കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് കൊടുത്ത ഡീറ്റെയിൽ റെപ്രസെന്റേഷന്റെ ഭാഗമായിട്ടുള്ള ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതുപോലെ വിഴിഞ്ഞത്ത് പുതിയ പാക്കേജ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ നേരിടാൻ ഫലപ്രദമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായവും പാക്കേജുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം, അതുപോലെ ഇപ്പോൾ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 ലക്ഷത്തോളം ആശാ വർക്കേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യത്ത് കുറച്ച് നാളായി നടന്നുകൊണ്ടിരിക്കുന്ന സമരം, അതുപോലെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമരം, അവരുടെ ഓണററിയും ഇൻസെന്റീവും ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമായും അവരെ തൊഴിലാളിയായി അംഗീകരിക്കണം, ജീവനക്കാരായിട്ട് അംഗീകരിക്കണം, അതുപോലെ തന്നെ അവർക്ക് സാലറി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകണം. അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഔദ്യോഗികമായിട്ടുള്ള ഒരു കുറിപ്പ് പുറത്തു വരാത്തിടത്തോളം കാലം ഇന്ന വിഷയം ചർച്ച ചെയ്തു, ഇന്ന വിഷയം ചർച്ച ചെയ്തില്ല എന്ന് നമ്മൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ധനമന്ത്രി എത്തുകയായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. താങ്കൾ പറയുന്ന അനൌദ്യോഗിക കൂടിക്കാഴ്ചയായിരിക്കാം. പക്ഷെ 50 മിനിറ്റോളം നടന്ന കൂടിക്കാഴ്ചയിൽ ഈ പറഞ്ഞ വയനാട് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. കേരളത്തിന്റെ പ്രശ്നങ്ങളാണല്ലോ പറയുക. പക്ഷേ ആശാസമരം, ആശാവർക്കറുമായി ബന്ധപ്പെട്ട ആവശ്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ആദ്യ വാർത്തയാണല്ലോ അഡ്വക്കേറ്റ് KS അരുൺകുമാർ. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ അനൌദ്യോഗിക ചർച്ചയാണെന്ന് പറയുകയും ഒരുപക്ഷെ അത് ചർച്ച ചെയ്തിട്ടുണ്ടാകാം എന്നൊരു അവ്യക്തത എന്തുകൊണ്ടാണ്? സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പോസിറ്റീവായ കാര്യമാണല്ലോ. അല്ല, ഏതൊക്കെ വിഷയം ചർച്ച ചെയ്തു, ഏതൊക്കെ വിഷയം ചർച്ച ചെയ്തില്ല എന്ന് ഉള്ള അറിവുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുത്ത 4 പേരുമാണ്. ആ 4 പേർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയോ ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് നൽകുകയോ ചെയ്യാത്തിടത്തോളം കാലം ഇന്ന് രാവിലെ മുതൽ ചില പ്രധാനപ്പെട്ട ചാനലുകൾ ഇന്ന വിഷയം ചർച്ച ചെയ്തു, ഇന്ന വിഷയം ചർച്ച ചെയ്തേയില്ല, മുഖ്യമന്ത്രി മൗനം പാലിച്ചു എന്നുള്ള പ്രചരണം അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിന്റെ ഡൽഹി പ്രതിനിധിയും പ്രത്യേകിച്ച് ഗവർണറുടെയും കേന്ദ്രമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നടത്തുന്ന ചർച്ച ഈ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെയായിരിക്കും. ചോദ്യമുണ്ടല്ലോ, ഇതിൽ ഒരു സുതാര്യമായ സമീപനമുണ്ടെങ്കിൽ ഇതും ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? ഈ പറയുന്ന വിഴിഞ്ഞത്തിനുള്ള സഹായം, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഓർഡറിലാണ്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട 525 കോടിയുടെ കടസഹായം ചെലവഴിക്കുന്നതിന് സാവകാശം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന സൂചന എന്നുള്ള വിവരങ്ങൾ മാത്രം പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ്? അതൊരു കാര്യം. ഇനി ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് മറ്റൊരു നിലപാടുണ്ട്. അത് കേന്ദ്രം തരുന്നില്ല സഹായം എന്നുള്ളതാണല്ലോ. കേന്ദ്രം തരേണ്ട വിഹിതം തന്നിട്ടില്ല എന്നുള്ളതാണല്ലോ. അങ്ങനെയെങ്കിൽ അതിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാം. പ്രതിപക്ഷ MP-മാർ കണ്ട ശേഷം അവരത് പറയുന്നു, അവർക്ക് ഉറപ്പ് കിട്ടിയെന്ന്. അപ്പോൾ എന്തിനാണ് ഇതിലൊരു രഹസ്യ സ്വഭാവം?
അല്ല, ഇത് ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഒരു MP സന്തോഷ് കുമാർ തന്നെ രാജ്യസഭയിൽ ആ വിഷയം അവതരിപ്പിക്കുകയും അതിന് JP നദ്ദ പകുതി പോസിറ്റീവ് മറുപടിയും പകുതി നെഗറ്റീവ് മറുപടിയും പറഞ്ഞു. കേരളത്തിന് വിഹിതമൊന്നും തരാനില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകൾ അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇൻസെന്റീവ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ ഒരു MP ചോദിച്ച ചോദ്യത്തിന് ഓപ്പണായിട്ട് കൊടുത്ത മറുപടിയും അതെല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയും നടന്നു. അതിനുശേഷം UDFന്റെ MPമാർ പോയപ്പോൾ കിട്ടിയ ഉറപ്പ് കിട്ടി എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഏതെങ്കിലും ആശാ വർക്കേഴ്സിന്റെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള അവകാശമല്ലല്ലോ. ഈ രാജ്യത്താകമാനമുള്ള ആശാ വർക്കേഴ്സിന് ഗുണം കിട്ടുന്ന തരത്തിലല്ലേ ഇൻസെന്റീവിൽ വ്യത്യാസം വരുത്തും, വർധനവ് വരുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ ജീവനക്കാരായിട്ട് അംഗീകരിക്കണമെന്നും അവർക്ക് സാലറി കിട്ടണമെന്നും പെൻഷനറി ബെനിഫിറ്റ് കിട്ടണമെന്നും ക്ഷേമ പദ്ധതികളുടെ ഭാഗമാക്കി അവർക്ക് മാറ്റണമെന്നുള്ളത് ഈ രാജ്യത്തുള്ള മുഴുവൻ ആശാ വർക്കേഴ്സിനും ഗുണം കിട്ടുന്ന കാര്യമാണ്. ആ കാര്യത്തിന് വേണ്ടി തന്നെ നിരന്തരം സമരം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞങ്ങളെല്ലാവരും. CITU പ്രസ്ഥാനം കഴിഞ്ഞ നവംബർ മാസത്ത് ഡൽഹിയിൽ നടത്തിയ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന സമരം അതിൽ SUCAയും ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് K. സരുൺകുമാർ, അത് നമ്മൾ ഒരു തവണ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഇന്നലെ പാർലമെന്റിൽ നൽകിയ മറുപടിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ JP നഡ്ഡ ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ. കേരളം യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ചെലവഴിച്ചതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സംസ്ഥാനം കൊടുത്തിട്ടില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. അതാണ് നിമിഷങ്ങൾക്കകം സുരേഷ് ഗോപി ഈ സമരപ്പന്തലിലെത്തി സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി ആ വിഷയം സംസാരിച്ചത്. അപ്പോൾ അതിൽ എന്തെങ്കിലും മറുപടി ഉണ്ടായിട്ടുണ്ടോ? അല്ല, മറുപടി കേന്ദ്രത്തിന്റെ പ്രതിനിധികൾ എപ്പോഴും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി ഇടപെടലുകൾ നടത്തുന്നു. ആ ഇടപെടലുകൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പോലും കുറ്റകരമായിട്ടുള്ള മൗനം തുടരുന്നു. ഇപ്പൊ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള പിറ്റേ ദിവസം ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് പാർലമെന്റിൽ പ്രസ്താവന നടത്തിയത്. 10 ദിവസം മുമ്പ് കേരളത്തിന് റെഡ് അലർട്ട് നിർദ്ദേശം കൊടുത്തിരുന്നുവെന്ന്. അത് പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. അതുപോലെ തന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും മുഴുവൻ പാറമടകളാണ്, അവിടുത്തെ ജനങ്ങൾ കയ്യേറ്റക്കാരാണ്, അവരുടെ ജീവിത രീതി കൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി അടക്കം എത്ര തവണ പ്രസ്താവനകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഈ മഹാ അപകടത്തിന്റെ ഭാഗമായിട്ട് നടത്തി. അപ്പോൾ JP നദ്ദ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ അത് തെറ്റാണ്, കളവാണെന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ രേഖ വെച്ച് തന്നെ പറഞ്ഞു. 27/11/2023 താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ്. അത് ആ നിലയ്ക്ക് തന്നെ നമ്മൾ അന്ന് ചർച്ച ചെയ്തതുമാണ്. പക്ഷേ ഇപ്പോൾ NHM ഫണ്ട് നൽകിയതിലെ വർഷം തിരിച്ചിട്ടുള്ള കണക്കാണ് കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നത്. അതിന്റെ കയ്യിലുണ്ട്, ആ കണക്കുണ്ട്. അവിടെയാണ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അല്ല, കൃത്യമായി കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് മിഷൻ, നാഷണൽ മിഷന് കൊടുത്ത കത്ത്, അതുപോലെ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കൊടുത്ത കത്ത്, അതുപോലെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിക്ക് കൊടുത്ത കത്ത്, ആ കത്തിന് കേന്ദ്രം നൽകിയ മറുപടികൾ, ആ മറുപടിയിൽ തന്നെ ഇത്ര രൂപ നൽകാനുണ്ട്, അതായത് ആകെ തരാനുള്ളത് 826.2 കോടി രൂപ. അതിൽ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിനും കൈൻഡ് ഓഫ് ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 189.15 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. ഈ 100 കോടി രൂപ ഇവിടെ ഇൻസെന്റീവ് കൊടുക്കാനുള്ള തുകയുൾപ്പെടെ 636.88 കോടി രൂപ ഈ കേരളത്തിന് നൽകാനുണ്ട് എന്ന് 3 ഡേറ്റുകളിലായി കേന്ദ്രം തന്ന കത്തിന്റെ ഭാഗമായിട്ട് തന്നെ അഡ്മിറ്റ് ചെയ്തത് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ചെയ്തത്. അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. കേന്ദ്രം ഇടയ്ക്ക് വിടുന്ന കണക്കുകളാണ് യാഥാർത്ഥ്യം എന്ന രൂപത്തിൽ. ഒറ്റ മിനിറ്റ് കേന്ദ്രത്തിന്റെ എന്ന രൂപത്തിൽ ഒരു പ്രത്യേക ലെറ്റർ പാഡിൽ അര മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കേന്ദ്രത്തിൻ്റെതെന്ന രൂപത്തിൽ ഒരു ലെറ്റർ പാഡിൽ ഒരു കത്ത്, ഒരു റിപ്പോർട്ട് പ്രചരിച്ചിരുന്നല്ലോ ഇവിടെ. അത് വലിയ തരത്തിൽ ആധികാരികമായിട്ട് കേന്ദ്രത്തിന്റെ കണക്കാണ്, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം തന്നിരിക്കുന്നു, ഒന്നുമില്ല എന്ന തരത്തിൽ ലെറ്റർ പാഡിലുള്ള കത്ത് വരെ പ്രചരിച്ചില്ലേ കഴിഞ്ഞ ആഴ്ച? അതിനൊരു ഉടയനില്ല, ആരും ഒപ്പിട്ടിട്ടില്ല. അത് കൃത്യമായി UDF പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ചത് വ്യാജ കത്താണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഈ കേരളത്തിൽ അടുത്ത കാലത്തെല്ലാം കേരളത്തിനെതിരെ നടത്തുന്ന പ്രചരണമെല്ലാം പച്ചക്കള്ളമാണ് എന്ന് ബോധ്യപ്പെടുന്ന പച്ചക്കള്ളമാണ്. അത് നമ്മൾ കൊടുത്തിട്ടില്ല എന്നാ പറഞ്ഞത്. റിപ്പോർട്ട് ചാനൽ കൊടുത്തിട്ടില്ല, ഞങ്ങൾ അത് ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ നിൽക്കട്ടെ, ഞാൻ അതല്ല പറയാം. ഇതിപ്പോ രാജ്യസഭയിൽ കൊടുത്ത കണക്കാണ്. ഞാൻ പറയുന്നത് രാജ്യസഭയിൽ കൊടുത്ത കണക്ക് എന്റെ കയ്യിലുണ്ട് എന്നാണ്. അഡ്വക്കേറ്റ് ഷിബു മീര, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.